നോക്കിയൊരു വീഡിയോ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ഡിസ്ക്ലെയിമറായ ഒരു കാര്യം പറയാം. ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അത് എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കുന്ന കാര്യമല്ല. പക്ഷെ അതേ സമയത്ത് ദീനീപരമായ കാര്യങ്ങളെക്കുറിച്ച്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇവർ പച്ചനുണകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം മതവിശ്വാസി എന്ന നിലയിൽ ഞാൻ എപ്പോഴും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല, എനിക്കതിന് സമയവുമില്ല. ഇവർ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇസ്ലാമിനെ കുറിച്ച് പലപ്പോഴായി തെറ്റായി പല കാര്യങ്ങളും പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇവർ ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ സ്വർണമെന്ന് പറയുന്നത് ഇസ്ലാമിൽ എല്ലാ പുരുഷന്മാരും ധരിക്കുന്നതാണ് എന്നുള്ള ഒരു പച്ചക്കള്ളം പറഞ്ഞു വെച്ചു. അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു. അതിന് തൊട്ട് മുമ്പ് ചെറുപ്പക്കാരായ ആൺകുട്ടികൾ, പ്രത്യേകം മനസ്സിലാക്കുക, എല്ലാ ആൺകുട്ടികളും കല്യാണം കഴിഞ്ഞ സ്ത്രീകളെയാണ് വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ എല്ലാ ആൺകുട്ടികളെയും മോശമാക്കുന്ന ഒരു പ്രസ്താവന നടത്തി. അതിനെക്കുറിച്ചും ഞാൻ അന്ന് കൃത്യമായ ഒരു മറുപടി നൽകിയിരുന്നു. നോക്കി, ഇപ്പോഴിതാ ഒരു ഓൺലൈൻ മീഡിയ ചാനലിന് ഇവർ കേരളത്തിലെ ഉസ്താദുമാരെ കുറിച്ചുള്ള, അവരെ മോശമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. നമുക്കെന്തായാലും ആ സ്ത്രീ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഉസ്താദ്മാർക്കൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത്. ആ ഉസ്താദാണ് എനിക്ക് പ്രപ്പോസ് കൊണ്ട് വന്നിരിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരാളാണ്. 27 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ കല്യാണം പ്രപ്പോസ് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ്, അവരുടെ ഉമ്മ എല്ലാവരും വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ചിന്തിക്കാലോ, ഇങ്ങനെ എന്താണ്, ഇവളിങ്ങനത്തെ ആണ്, ശരിയില്ല എന്നവർക്ക് ചിന്തിക്കാലോ. പക്ഷെ അല്ല, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, എൻ്റെ ലൈഫ് എടുത്ത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ സപ്പോർട്ടീവായിട്ട് നിൽക്കും. നോക്കൂ, ഉസ്താദുമാരൊക്കെ പ്രശ്നക്കാരാണ്. അത് എപ്പോഴാണെന്നറിയാമോ? ദീനി ചിട്ടയിലും ദീനി ബോധത്തിലും നടക്കാതെ വരുമ്പോൾ ആ മുസ്ലിം യുവാക്കളെയും യുവതികളെയും ഉപദേശിക്കാൻ ഉസ്താദുമാർ വരാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉസ്താദുമാർ പ്രശ്നക്കാരായി മാറും. ഇസ്ലാമിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പച്ചക്കള്ളങ്ങളും തെറ്റായ വ്യാജ പ്രചരണങ്ങളും ഒക്കെ അഴിച്ചുവിടുമ്പോൾ അതങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റ് തിരുത്തിക്കൊണ്ട് ഉസ്താദുമാർ മുന്നോട്ട് വരാറുണ്ട്. ആ സമയങ്ങളിലും ഇതുപോലെയുള്ള ആളുകൾക്ക് ഉസ്താദുമാരൊക്കെ പ്രശ്നക്കാരായി മാറാറുണ്ട്. കാരണം അതവരുടെ കർത്തവ്യമാണ്, അതവരുടെ ജോലിയാണ്. അവർ ദീൻ പഠിച്ചവരാണ്. തെറ്റിലേക്കും തിന്മയിലേക്കും നടന്നു പോകുന്ന ഒരു സമൂഹത്തെ അവരെ പറഞ്ഞു മനസ്സിലാക്കി, അത് ചെയ്യരുത്, അത് തെറ്റാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏതൊരു ഉസ്താദിന്റെയും കടമയാണ്, അതവരുടെ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ദീൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത് പ്രാവർത്തികമാക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന നല്ല ഉസ്താദന്മാരെ കുറിച്ചാണ്. അല്ലാതെ ഈ പറയുന്ന സ്ത്രീക്ക് പ്രപ്പോസൽ കൊണ്ടുവരുന്ന ഉസ്താദന്മാരെ കുറിച്ചല്ല. അദ്ദേഹം ഒരു ഉസ്താദാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പ്രപ്പോസൽ ചെയ്ത മനുഷ്യൻ ഒരു ഉസ്താദാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു തീരുമാനം എടുക്കുമായിരുന്നില്ല. മാത്രവുമല്ല, ആ ഉസ്താദിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ഇവരുടെ വീഡിയോസുകളൊക്കെ കാണുന്നുണ്ട് എന്നും പറയുന്നു. അത് ഏത് ഗണത്തിൽപ്പെടുന്ന ഉസ്താദാണ് എന്നുള്ളത് എനിക്കറിയില്ല. നോക്കൂ, എല്ലാ സമൂഹത്തിലും നന്മ ചെയ്യുന്നവരുമുണ്ട്, തെറ്റു ചെയ്യുന്നവരുമുണ്ട്. എല്ലാവരും നല്ലവരായി കൊള്ളണമെന്നില്ല. ഉസ്താദുമാരിലും അങ്ങനെ തന്നെയാണ്. നല്ലവരായ ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളുമായി ആരെയും ഭയക്കാതെ നട്ടലോടുകൂടി തങ്ങളുടെ ദീനിനെ കുറിച്ച് ആർജവത്തോടുകൂടി സംസാരിക്കാൻ കഴിവുള്ള നല്ല ഉസ്താദുമാരുണ്ട്. എന്നാൽ തലയിൽ തലപ്പാവും വെള്ളവസ്ത്രവുമായി ഇസ്ലാമിന്റെ പേര് നിരക്കാത്ത ഓരോ കോപ്രായങ്ങളും തെമ്മാടിത്തരങ്ങളും ഒക്കെ ചെയ്തു കൂട്ടുന്ന മറ്റൊരു വിഭാഗമായ ഉസ്താദുമാർ എന്ന പേര് നടക്കുന്ന ചില ആളുകളുമുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും അങ്ങനെ കാണണമെന്നില്ല. നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ.